ഇത് രണ്ട് പാമ്പും ഒരു തേളുമാണ് ഒറിജിനൽ ആയിട്ടുള്ളത്. ഓഹോ, ഇത് വിയറ്റ്നാം ഒരു മണ്ണെണ്ണയുടെ തേപ്പൊട്ടിയാണ്. ഇതും അതുപോലെ തന്നെ പമ്പ് ചെയ്തിട്ട് നമുക്ക് മണ്ണെണ്ണയുടെ ഹീറ്ററാണ്, മണ്ണെണ്ണ പ്രവർത്തിക്കുന്ന ഹീറ്ററാണ്. ശിലാമ്യൂസിയത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത്. ആരും മിസ് ചെയ്യരുത്. സന്തോഷേട്ടാ, ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ഓണവില്ലെന്ന് പറയും. ഓണവില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ടൈപ്പ് ഓണവിലാണ് ഉള്ളത്. വടക്കൻ കേരളത്തിലെ ഓണവില്ലെന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് ആണ്. ഓണവിൽ തമ്പുരു എന്നൊക്കെ വീട്ടു എന്നൊക്കെ പറയുന്നത്. പക്ഷെ തെക്കൻ കേരളത്തിലെ ഓണവിൽ എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണത്തിനെന്ന് മാത്രം സമർപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരു കൃത്യതയോടെ ചിട്ടയോടെ വളരെ കാര്യമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഓണവില്. ഇതൊരു നാച്ചുറൽ പെയിന്റ് ആണ്. ഇത് കണ്ടോ, ലോകത്തിലെ ഏറ്റവും വലിയ നോട്ട്, ലോകത്തിലെ ഏറ്റവും ചെറിയ നോട്ട്, ഇത് റഷ്യയാണ് പുറത്തിറക്കിയത്. ഇത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സാധനമാണ്. വലിപ്പത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ നോട്ട് റഷ്യയുടെയാണ്, ചെറുപ്പത്തിൽ ഏറ്റവും ചെറിയ നോട്ട് റഷ്യയുടെയാണ്. രണ്ട് റഷ്യയുടെ തന്നെയാണ്. വളരെ പ്രാധാന്യത്തോടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ചെഗുവരയുടെ നോട്ടാണ്, ചെഗുവരയുടെ നാണയങ്ങളാണ് ഇതെല്ലാം. ക്യൂബയിലെ നാണയങ്ങളാണ് ഈ ചെഗുവരയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ 3D സ്റ്റാമ്പാണിത്. ഭൂട്ടാനാണ് പുറത്തിറക്കിയത് ലോകത്തിലെ ആദ്യത്തെ 3D സ്റ്റാമ്പ്. ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. ഇനി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് തിരുവിതാംകൂറിന്റെ തലച്ചക്രം എന്നൊക്കെ പറയുന്ന തിരുവിതാംകൂറിന്റെ അതിന്റെ മിസ്റ്റേക്ക്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് കോയിനാണ് എന്ന് പറഞ്ഞാൽ നാണയം അടിക്കുന്ന സമയത്തുള്ള ശിലാമ്യൂസിൽ എത്തിക്കഴിഞ്ഞാല് അത്യാവശ്യം വരുന്നവർ നല്ല ടൈമായിട്ട് തന്നെ വരുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടൈം കൂടുതൽ വേണം. നമുക്ക് ഇത്രയും കാണാനായിട്ട് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ഏകദേശം 5 മണിക്കൂർ വേണം കുറഞ്ഞത്. ചില സ്കൂളിൽ നിന്ന് ഇപ്പൊ കണ്ണൂർ, കാസർഗോഡ് നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ വിദേശികൾ വരുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ടീച്ചർമാര് ഇപ്പൊ എല്ലാ വർഷവും ഇവിടെ വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും വരുന്നുണ്ട് പഠിക്കാൻ വേണ്ടി. PSCയുടെ 600ഓളം ചോദ്യത്തിലുണ്ട് ഇവിടെ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടുന്ന ഒരു സാധനം നമുക്കിപ്പം എല്ലാവർക്കും അറിയാം. ഇത് മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഫ്രിഡ്ജാണ്. 1930 കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രിഡ്ജാണ് ഇത്. മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഇത് മണ്ണെണ്ണ താഴെ പമ്പ് ചെയ്തിട്ട് ഇവിടെ താഴെ തുറന്നിട്ട് ഇവിടെ പമ്പ് ചെയ്യും. മണ്ണെണ്ണ ഒഴിച്ച് പമ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ഫ്രിഡ്ജായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും. ഒരു കാലഘട്ടത്തിൽ മണ്ണെണ്ണയുടെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നേർക്കാഴ്ചകളായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ ഇത് മണ്ണെണ്ണയുടെ തേപ്പൊട്ടിയാണ്. മണ്ണെണ്ണയുടെ തേപ്പൊട്ടിയാണ്. ഇതും അതുപോലെ തന്നെ പമ്പ് ചെയ്തിട്ട് നമുക്ക് തേക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ മണ്ണെണ്ണ ഫാൻ ഇവിടെ ഇരിപ്പുണ്ട്. താഴെ ഇത് മണ്ണെണ്ണയുടെ ഹീറ്ററാണ്, മണ്ണെണ്ണ പ്രവർത്തിക്കുന്ന ഹീറ്ററാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നേരിട്ട് കാണാൻ പറ്റും. ഇത് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം പണ്ട് കാലത്ത് സംഭവം ഇതൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇതെല്ലാം ഇത് ഹീറ്ററും കൂളിംഗ് അതോ? അല്ല, ഇത് ഹീറ്റർ നമുക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചൂടാക്കാൻ വേണ്ടിയുള്ള സാധനമാണ് ഹീറ്ററായിട്ട്. ഇത് ഫ്രിഡ്ജ് ചൂടാക്കുന്നത്, അതുപോലെ തേപ്പോട്ടി, ഇതെല്ലാം മണ്ണെണ്ണ പ്രവർത്തിക്കുന്നതാണ്. ഇതിപ്പോ എത്ര വർഷത്തെ പഴക്കത്തുള്ള? 1930 കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടായത്. അപ്പൊ ഇന്ത്യയിലേക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ഇത് വളരെ റയർ പീസാണ്, വളരെ കുറവാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിളക്കിന്റെ ഒരു 280 വെറൈറ്റി വിളക്കുന്നത്. ഇനി ഈ കുപ്പിക്കകത്തൊരു വലിയ സംഭവം ഉണ്ട്. ഇത് രണ്ട് പാമ്പും ഒരു തേളുമാണ് ഒറിജിനൽ ആയിട്ടുള്ളത്. ഓഹോ, ഇത് വിയറ്റ്നാമിന്റെ മദ്യമാണ്. സ്നേക്ക് വൈൻ എന്നതിന്റെ പേര്. ഇത് ഇന്ത്യൻ വില 28,000 രൂപ വരും. അപ്പൊ ഇങ്ങനെയുള്ള കുപ്പിയാണ് ഇത്. ഇതിനകത്ത് കിടക്കുന്ന മദ്യമാണ്. പക്ഷെ ഇത് നമ്മുടെ ഇവിടുത്തെ തലമുറയോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പാമ്പിനെ, ഇതിനെയൊക്കെ, പാമ്പെന്ന് പറയുന്ന പ്രകൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിയാണ്. പ്രകൃതിയുടെ വിഷത്തിനെ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ജീവി എന്നാണ് പറയപ്പെടുന്നത്, പഠനങ്ങൾ പറയുന്നത്. അപ്പൊ പാമ്പ് എന്നൊക്കെ പറയുന്ന സാധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ എങ്ങും ഇല്ലാതിരിക്കുമോ, നമ്മുടെ കാവുകളെല്ലാം വെട്ടി നശിപ്പിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അതിനെയൊക്കെ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും പാമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇവരൊക്കെ ഇതിനെ ഈ പറഞ്ഞ രീതിയിലൊക്കെ വെട്ടിക്കണ്ടിച്ച് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പൊ ഇതൊരു തലമുറയെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു സംഭവം. ഇങ്ങനെയൊക്കെയാണ് മദ്യം പോലും കുടിക്കുന്നത്. ഇത് ഏത് രാജ്യത്തെ? വിയറ്റ്നാം, ചൈന, അങ്ങനെ ഒത്തിരി രാജ്യമുണ്ട്. പത്തിയുള്ള സാധനം, 2 പത്തിയുള്ള പാമ്പും 2 തേളും ഉണ്ട്. ഇതിനെ ഇട്ടിട്ടാണ് ഇത് 1 വർഷമൊക്കെ കഴിഞ്ഞാണ് കൊടുക്കുന്ന ആൾക്കാർ കൊടുക്കുന്നത്. അങ്ങനെയുള്ള സംഭവമാണ്. പിന്നെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പല പല സംഭവം. ഇത് നമ്മുടെ പല വിജ്ഞാനപ്പെട്ടി, നമ്മുടെ വീടിനകത്തുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു കിച്ചൺ കബോർഡാണ് ഈ സാധനം. ഇതിനകത്ത് ചെറുതായിട്ട് നമ്മുടെ ഈ മസാലകൾ, കൂട്ടുകളിന്റെ കാരണം ഇത് ഒത്തിരി മേടിച്ചു വെക്കാറില്ല, അന്നെന്നുള്ള സാധനങ്ങൾ മാത്രമാണ് വന്നു വെക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഇങ്ങോട്ട് ഞാൻ ഇത് ത്രാസുകളാണ്, പല ടൈപ്പ് ത്രാസുകളാണ്. ഇത് തുടങ്ങളെന്ന് പറഞ്ഞാൽ അരത്തോട, ഒരു തുടങ്ങളാണ്. പിന്നെ അപ്പോത്തിക്കിരി മെഡിസിൻ കട്ടികളാണ്. അപ്പൊ ഇങ്ങനെ
നമുക്ക് കുട്ടികൾ പെട്ടെന്ന് കാണാനും പഠിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള സാധനങ്ങളാണ് നമ്മുടെ ശിലാ മ്യൂസിയത്തിലുള്ളത്. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ കാഴ്ചകൾ കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ്. അത് മറ്റൊരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്കും പ്രയോജനപ്പെടും. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം തീർച്ചയായിട്ടും ശിലാ മ്യൂസിയം വന്ന് കാണുക, കണ്ടു മനസ്സിലാക്കുക, തിരിച്ചു പോവുക. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് ഇനി വീണ്ടും കാണാം. ഇത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അന്നത്തെ നോട്ടീസാണിത്. ഇതൊരു വളരെ റയർ ആയിട്ടൊരു സാധനമാണ്. അന്നത്തെ നോട്ടീസ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് 1936 38 ഈ നോട്ടീസ് ഇറങ്ങിയത്. അപ്പൊ അത് PSCയുടെ ഒരു ചോദ്യോത്തരമാണ്. അതേപോലുള്ള കുറെ ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് പണ്ട് പ്രമാണം എന്ന് പറയുന്ന ഓലയിൽ എഴുതിയ പ്രമാണമായിരുന്നു. ഓലക്കകത്തായിരുന്നു പ്രമാണം എഴുതുന്നത്, ചെമ്പോല അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അത് സൂക്ഷിക്കുന്ന ഒരു സംഭവമാണിത്, ഇരുമ്പിലുള്ളത്, ഓലയിലുള്ളത്. ഇത് കുബേര ശംഖ്, ടാർബോ ശംഖ് എന്ന് പറയുന്ന ശംഖാണ്. രണ്ടും ഇച്ചിരി റയർ ആയിട്ടുള്ള ശംഖാണ്, ഒറിജിനൽ ആണ്. പിന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ ഗ്രന്ഥക്കെട്ടുകളാണ്. ഇതെല്ലാം ഓലക്കെട്ടുകളാണ്, ഗ്രന്ഥക്കെട്ടുകൾ. അതുപോലെ തന്നെ 1951 ഡ്രൈവിംഗ് ലൈസൻസ് ആണിത്. ശരിക്കും 51 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് ഏകദേശം ഒരു എത്ര വർഷം പഴക്കമുണ്ട്. 51 ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇപ്പോഴത്തെ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനത്തെ കാണാൻ പറ്റിയത് ഭാഗ്യമെങ്കിൽ. അപ്പൊ ഇതുപോലുള്ള പല പല സംഭവങ്ങൾ. ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ നോട്ടുകളാണ്. 10 നോട്ടും 5 നോട്ടും ഒക്കെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ നോട്ടുകളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ പണ്ട് കാലത്ത് നമ്മൾ പറയും സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം 10 പുത്തൻ ഉണ്ടാക്കണമെന്ന്. ആ ഒരു വാക്ക് വരാൻ കാര്യം പുത്തന്റെ പത്രങ്ങൾ ഉണ്ടായിരുന്നു. നാണയം പുത്തൻ 8 പുത്തൻ 2 പുത്തൻ 14 പുത്തൻ 32 പുത്തൻ എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കിൽ നിന്നാണ് ആ ഒരു സംഭവം. ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ട് പുത്തൻ പണക്കാരൻ. ഇതൊക്കെ പറയാനുള്ള കാരണം ഇതിൽ നിന്ന് ഉണ്ടായതാണ്. പഴയ കാലത്തെ കല്ല് ഇപ്പോഴും ഉപയോഗിക്കുന്ന ഇതുണ്ട്. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, കള്ള് ചെത്താനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പണ്ട് കാലത്ത് ഓപ്പറേഷൻ ഒക്കെ നടത്താനുള്ള കാലഘട്ടത്തിലെ പണ്ട് കാലൊക്കെ മുറിച്ച് കളയാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവം. അത് ശരി. പണ്ട് കാലത്ത് മുറിക്കാനും ഒക്കെ ഉപയോഗിച്ചൊരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഭരിച്ച ആൾക്കാര്, ഇന്ത്യ ഭരിച്ച യൂറോപ്യൻസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ, ഫ്രഞ്ച് ഇന്ത്യ, പോർച്ചുഗീസ് ഇന്ത്യ, ഡാനിഷ് ഇന്ത്യ, ഡച്ച് ഇന്ത്യ. ഇതിന്റെ വർഷം ഇതിനകത്തുണ്ട്. കൃത്യമായിട്ട് ഇത് പഠിക്കാം, നാണയങ്ങൾ കാണുകയും ചെയ്യാം. അപ്പൊ ഇതൊരു വലിയ പഠനമാണ്. സ്കൂൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു സംഭവമാണ്. ഇത്രയും പേര് ഇന്ത്യ ഭരിച്ച അവരുടെ നാണയങ്ങളായതല്ല. അതുപോലെ ഇങ്ങോട്ട് വന്നാല് 1948 ആദ്യത്തെ കലണ്ടറാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഫസ്റ്റ് കലണ്ടറാണ് ഇത്. വളരെ റയറാണിത്, വളരെ റയർ ആണ്. അങ്ങനെ ഒരു സംഭവമാണ്. ഇതൊക്കെ ഒരു റയർ സാധനമാണ്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് നമ്മുടെ റേഡിയോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊരു ആന്റിനയുടെ മേളിൽ ഇങ്ങനെ വെക്കുന്ന ഒരു നെറ്റാണ്. ഇത് മുകളിൽ സെറ്റ് ചെയ്തിട്ട് വയർ താഴോട്ട് കൊടുത്ത് കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് റേഡിയോ കേൾക്കാൻ പറ്റത്തുള്ളായിരുന്നു. പണ്ട് കാലത്ത് അങ്ങനെ ഉപയോഗിച്ചൊരു സാധനമായിരുന്നു. അതുപോലെ തന്നെ അച്ചടിയുടെ മിസ്റ്റേക്ക് വന്ന നാണയങ്ങളായതല്ല. ഇതൊരു 5 രൂപയുടെ നാണയത്തിൽ മിസ്റ്റേക്ക് വന്നത്, ഇത് 2 രൂപയുടെ നാണയത്തിൽ മിസ്റ്റേക്ക് വന്നത്, ഇത് 1 രൂപയുടെ നാണയം. അങ്ങനെ പല ടൈപ്പ് നാണയത്തിൽ മിസ്റ്റേക്ക് വന്നേക്കുന്ന സംഭവങ്ങളാണ് മിസ്റ്റേക്ക് നാണയങ്ങൾ. അതല്ല ആയുധങ്ങൾ തന്നെ കുറെ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഇത് പഴയ കാലത്ത് ഒരു കത്തിയായത്. ഇനി അതുപോലെ തന്നെ 10 ലക്ഷത്തിന്റെ നാണയം, 10 ലക്ഷത്തിന്റെ നാണയം. അത് ഏത് വർഷത്തേത്? ഇത് പിന്നെ വർഷം ഇതിനകത്ത് 2002 തുർക്കി ഇറക്കിയതാ. 2002 തുർക്കി ഇറക്കിയതാണ് 10 ലക്ഷത്തിന്റെ നാണയം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാഴ്ചകളാണ്. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും പുതിയ കാഴ്ചകൾ കാണാം. നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്താൽ ഒത്തിരി ഗുണം ഉണ്ടാവും. ഓക്കെ സന്തോഷേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ. സന്തോഷേട്ടന് ഇത് സ്ഥാപിതമായിട്ട് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ട് എത്ര വർഷമായി? 25 വർഷത്തെ കളക്ഷനാണ് നമ്മുടെ ശിലാ മ്യൂസിയം. ഇതിനകത്ത് 14 വർഷം കൊണ്ട് ഇപ്പൊ ഒഫീഷ്യലായിട്ട് ആൾക്കാർ വന്ന് കാണാൻ തുടങ്ങി. 14 വർഷം. ഇന്ന് വരെ നമ്മൾ ആരോടും പേയ്മെന്റ് വാങ്ങിച്ചിട്ടില്ല. സ്കൂളുകളും കോളേജുകളും. ഒരു കാര്യം കൂടെ അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ചോദിക്കുക, ഇതൊക്കെ ശേഖരിക്കാൻ എന്താണ് സന്തോഷേട്ടന്റെ ഒരു ചെറുപ്പത്തില് ആദ്യമായിട്ട് നാണയം സ്റ്റാമ്പുക ശേഖരിച്ചത്. അപ്പൊ അതില് ഉണ്ടായ ഒരു സന്തോഷം പലരും കണ്ടിട്ട് അത് നല്ലതാണ് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് വന്ന് ഇത്ര വലിയൊരു സെറ്റപ്പിലേക്ക് വന്നത്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ മറ്റൊരാൾക്ക് ഗുണമുള്ള എന്ത് നമ്മൾ ചെയ്യുന്നു നമുക്കൊരു ഉയർച്ച ഉണ്ടാവും. അത് ആ ഒരു പഠനമാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. തീർച്ചയായിട്ടും ഇതൊരു കാണാതിരിക്കരുത്. നിങ്ങൾ ഇവിടെ വന്ന് കണ്ടാൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് പ്രത്യേകിച്ച് പിള്ളേർ അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി. നമ്മള് കൂടുതൽ പഠിക്കുക മുകളിലോ ക്ലാസ്സിലോട്ട് പോകുന്നില്ല, ചെറുപ്പത്തിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് ടീച്ചർമാരായാലും സ്കൂൾ കുട്ടികളെ എല്ലാം ഇവിടെ കൊണ്ട് സന്ദർശിപ്പിക്കുക. ഇവിടെ ഫ്രീ ആണ്, പെയ്ഡ് സർവീസ് ഒന്നുമില്ല. സ്കൂളിൽ നിന്ന് വന്നാലും കോളേജിൽ വന്നാലും ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര ദിവസങ്ങളും കാണാം. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇനി. ഓക്കെ.